എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈശ്വര, കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. എന്തുകൊണ്ട് അദ്ദേഹം പോയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അധികാരക്കൊതിയെ കാരണം പോയതാണെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2021 അദ്ദേഹത്തിന് റിബലായിട്ട് മത്സരിക്കണം. അങ്ങനെയല്ല, അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അന്ന് ഇവരാരും തന്നെ ഒരു എതിർപ്പും പറഞ്ഞില്ല. AK ബാലനും തോമസ് ഐസക്കും രവീന്ദ്രനാഥും അതുമല്ലെങ്കിൽ EP ജയരാജനും ആരും എതിര് പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അന്ന് വേറെ ഒരുപാട് ആളുകൾ വെട്ടി നിർത്തപ്പെട്ടു ഇല്ലേ? രാജു അബ്രഹാം, സുരേഷ് കുറുപ്പ്, S ശർമ്മ, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ അന്ന് ഒതുക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ പുറകിലെ യുക്തി എന്താണെന്നും അതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു, അതിൻ്റെ ആത്യന്തികമായിട്ട് ഗുണം കിട്ടിയത് ആർക്കാണെന്നൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് ജയിച്ച വേറെ കുറേ ആളുകൾ വെട്ടി നിർത്തപ്പെട്ടു. ശൈലജ ടീച്ചർ, അല്ലെങ്കിൽ AC മൊയ്തീൻ, TP രാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുന്ന MM മണി, ഇവരൊക്കെ എന്തിനു വേണ്ടി ഒതുക്കപ്പെട്ടു എന്നുള്ളതും മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിന്റെ ഗുണഭോക്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപ്പോൾ സ്വന്തം മരുമകനെ വാഴ്ത്തപ്പെട്ടവനാക്കി പാർട്ടിയിൽ 2ാം സ്ഥാനക്കാരനാക്കി തനിക്ക് ശേഷം യുവരാജാവായി വാഴിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകൾ എല്ലാവരും പാർശ്വവൽക്കരിക്കുന്നത്. ഇത് കേരള സംസ്ഥാനത്ത് എമ്പാടും നടന്ന ഒരു വലിയ അട്ടിമറിയാണ് ഞാനീ പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ആലപ്പുഴയിൽ നടന്നത്. ആലപ്പുഴയിൽ സുധാകരൻ മാത്രമല്ല, തോമസ് ഐസക്കും ഒതുക്കപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ പാർലമെന്റിലേക്ക് 3 പ്രാവശ്യം കൂടി നിർത്തി തോൽപ്പിച്ചു. പത്തനംതിട്ട പോലെ അദ്ദേഹം ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചു, അദ്ദേഹത്തെ തോൽപ്പിച്ചു. അതുപോലെ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി അവരെ തോൽപ്പിച്ചു. അവരെ വീണ്ടും തോൽപ്പിക്കാൻ വേണ്ടി പേരാവൂർ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. പേരാവൂർ ആ ടീച്ചർ ഒരിക്കലും ജയിക്കില്ല, അവർ 25,000 വോട്ടെങ്കിലും തോന്നും. ഇത് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ എത്തി എന്നൊരു പാട്ട് കണ്ടു. ആ പാട്ടാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്നാപക യോഹന്നാൻ ആയിട്ട് അമ്മായിയപ്പനും ദൈവപുത്രനായിട്ട് മരുമകനും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഇതാണ് യഥാർത്ഥത്തിൽ CPM നേരിടുന്ന പ്രതിസന്ധി. ഈ സംഗതി തോമസ് ഐസക്കിനും അറിയാം, AK ബാലനും അറിയാം, EP ജയരാജനും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. അവരാരും അത് ആ രീതിയിൽ പറയുന്നില്ല എന്ന് മാത്രമേ. ആകെ ഇത് പറഞ്ഞ ഒരാൾ നമ്മുടെ PV അൻവർ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം പിണറായിസവും മരുമോനിസവുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് PV അൻവറിന് പറയാം. കാരണം അദ്ദേഹത്തിന് മേലെഴുതി നോക്കാൻ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ച ആളല്ല, ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്ന ആളല്ല. ഒരു സത്യം PV അൻവർ പറഞ്ഞുകൊണ്ട് മാത്രം അസത്യമായി മാറുന്നില്ല. അൻവർ പറഞ്ഞാണ് ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. ഇനി ആലപ്പുഴയിലേക്ക് നോക്കിയാൽ ഈ G സുധാകരൻ കൈപിടിച്ച് ഉയർത്തിയ നേതാക്കളാണ് ഈ സജി ചെറിയാൻ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സുധാകരന് തിക്താനുഭവം ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്പലപ്പുഴയിൽ പല ഭാഗത്തും ഈ സുധാകരനും സലാമും കൂടിയുള്ള പോസ്റ്ററുകൾ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? അരങ്കോടി എന്ന MLA, പുതുതായി വരാൻ പോകുന്ന MLA എന്ന രീതിയിൽ ആ പോസ്റ്ററുകൾ അവിടുത്തെ മറ്റൊരു മഹാനേതാവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കീറിക്കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം. അത് മുതൽക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. അമ്പലപ്പുഴയിൽ സുധാകരൻ കിട്ടിയ അത്ര ഭൂരിപക്ഷം സലാമിന് കിട്ടിയില്ല. അത് സത്യമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? അത് പരമസത്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ ജനങ്ങൾ മാറി ചിന്തിച്ചു. ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന ആൾക്ക് വോട്ട്, കഴിഞ്ഞ തവണ ഇന്ന പാർട്ടിക്ക് വോട്ട് തൊട്ട് ഇത്തവണ അതേ പാർട്ടിക്ക് വോട്ട് ഇടുന്ന വല്ല വാശി പിടിക്കാൻ പറ്റും. പക്ഷേ അമ്പലപ്പുഴയിൽ മാത്രമാണ് പരാതി ഉണ്ടായത്. എന്താണ് പരാതി? സലാമിനെ കാര്യമായി തോൽപ്പിച്ചു എന്നുള്ളതല്ല, സുധാകരന് കിട്ടിയ അത്ര ഭൂരിപക്ഷം സലാമിന് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു പരാതി. ഇവിടെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കുണ്ടറ മണ്ഡലം 2016 എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്? 2021 അവർ എത്ര വോട്ടിനാണ് തോറ്റത്? ഒരേ മണ്ഡലത്തിൽ തന്നെ ഒരേ സ്ഥാനാർത്ഥി. എങ്ങനെ സംഭവിച്ചു? അത് ആരെങ്കിലും കാലുവാരി കൊണ്ട് വേല വെച്ചുകൊണ്ടോ? അല്ല, ഇവരെ ആളുകൾക്ക് വെറുത്തു. മാത്രമല്ല നല്ല ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി എതിർഭാഗത്ത് വന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു. ഇങ്ങനെയുള്ള സംഭവം. മുകേഷിന് കൊല്ലത്ത് എത്ര വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത് ആദ്യത്തെ തവണ? കഴിഞ്ഞ തവണ എത്ര ചെറിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? കഴിഞ്ഞ തവണ ആളുകൾ ബുദ്ധിമോശം കൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഇത്തവണ അവർക്ക് ബുദ്ധി തെളിഞ്ഞു, അവർ വോട്ട് മാറ്റി ചെയ്തു. നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതാണ് സംഭവിച്ചത്. അതിന് പരാതി വന്നു. അത് പരാതി കൊടുത്തത് മനസ്സിലാക്കാം, അതിൻ്റെ പുറകിലുള്ള ഗൂഢോദ്ദേശവും മനസ്സിലാക്കാം. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്ന പുങ്കവൻ അദ്ദേഹം തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയ ആളാണ്. വിജയരാഘവൻ അതപ്പം തന്നെ ചുരുട്ടി കൂട്ടി ചവറ്റുകൊട്ടയിലിടുന്നത്. അതിന് പകരം അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ വന്ന് ആലപ്പുഴ പാർട്ടി ഓഫീസിൽ എന്താണ് തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അതിഗംഭീരമായ തെളിവെടുപ്പ് നടത്തി. നമ്മുടെ പഴയ അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിച്ച ഷാ കമ്മീഷന്റെ തെളിവെടുപ്പ് പോലെ എളമരം കരീമിന്റെ അന്വേഷണം. അഞ്ചു കൊല്ലം കരീമിന്റെ ഭരണം ഏത് രീതിയിലായിരുന്നു നമ്മുടെ മുമ്പിൽ? ഞാനിപ്പോ അതിനെ കുറിച്ച് പറയേണ്ടതില്ല. സുധാകരന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? എന്തുകൊണ്ടാണ് കരീമിന് പിന്നെ നിയമസഭയിലേക്ക് ഒരു അവസരം പിണറായി വിജയൻ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് സുധാകരനും ഐസക്കിനും അവസരം കൊടുത്തത്? എന്തുകൊണ്ടാണ് വീണ്ടും അവരെ മന്ത്രിമാരാക്കിയെന്ന് ആലോചിച്ച കാര്യം മനസ്സിലാവും. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അങ്ങനെയുള്ള കാര്യം വന്ന് അന്വേഷണം നടത്തിയിട്ട് സുധാകരൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന്റെ പുറത്ത് അദ്ദേഹത്തെ അവിടെ കൂടെ തീരുന്നില്ല. പുന്നപ്പുറ വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ സഖാക്കളുടെ വലിയ കൺവെൻഷൻ വിളിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് EMSന്റെ പോലും വാക്ക് ധിക്കരിച്ച് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തുകയും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്നാന്തരം ഇടികൊള്ളും ചെയ്തതാണ് ഈ സുധാകരൻ. സുധാകരനാണ് ഒന്നാമത് ഇതിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. അങ്ങനെയുള്ള സുധാകരനെ അതിലേക്ക് വിളിക്കുന്നില്ല, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല. പെരുമ്പളം പാലം അതിന്റെ സകല സ്പീഡ് വർക്ക് നടത്തിയാരാ? മരാമത്ത് മന്ത്രിയായിരിക്കും ജി സുധാകരനല്ലേ? അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിൽ വെച്ചു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അപ്പൊ അദ്ദേഹത്തിന് ഒരു പരാതി ന്യായമായിട്ട് ഉണ്ടാവില്ലേ? അവസാനം ഇത് വിവാദമായി. ഇദ്ദേഹം പാർട്ടി വിട്ടു പോകാൻ ഒരുങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചു. ഇതൊക്കെ മൂന്നാം തരം പരിപാടിയല്ലേ സുരേഷ്? മനുഷ്യന് ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം. പിന്നല്ലാതെ ഇപ്പൊ ഇദ്ദേഹത്തെ വലിയ വായിൽ വിമർശിക്കുന്നവരൊക്കെ പാർട്ടിയെ വിറ്റ് ഊണ് കഴിക്കുന്നവരാണ്. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. അവരുമായി യോജിച്ചു പോകാൻ പറ്റാത്ത ആളായിട്ട്, അവരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റാത്ത ആളായിട്ട് തോന്നുന്നത് സ്വാഭാവികമാണ്. അത് തലമുറകൾ തമ്മിലുള്ള സ്വബോധമുള്ളവരാണെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ കുറിച്ച് പഴയ കാലത്തെ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഇല്ലാത്തതുമായ ഒരു തിരിച്ചറിവിന്റെ പ്രശ്നം. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഒന്ന് സംസാര അടിസ്ഥാനത്തിലുള്ള മരുമോനിസം, രണ്ടാമത് ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ തേർവായി. കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് 6 മാസത്തിനിടയ്ക്ക് CPM ധാർമ്മികമായിട്ടുണ്ടായി തിരിച്ചടിക ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നടത്തിയാൽ അതിലുണ്ടായ വമ്പിച്ച അത് കഴിഞ്ഞ് പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചുള്ള വലിയ ഒരു ആഘാതമാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് പറയുന്നത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.